സ്വയം പ്രഖ്യാപിത ബോസ്. തോക്കുവാണെങ്കിൽ നിനക്ക് പമ്പിൽ സ്ഥിര ജോലിയേ മുച്ചിരി. ഓക്കെ മുച്ചിരി ഓക്കെയാണോ? മുച്ചിരി ഓക്കെയാണോ? ആടാ അപ്പൊ റെഡിയല്ലേ മുച്ചിരി റെഡിയല്ലേ? നിങ്ങളിവിടെ കണ്ടോണ്ടിരുന്നോ? നമുക്കിവിടെ ആൾക്കാരുണ്ട് കേട്ടോ. പുതിയ നോട്ടയാ പുതിയാണോ? ഞാൻ പെട്ടെന്ന് എന്റെ ഇന്നാണോ ഞങ്ങ 3 ദിവസമായോ? കുരുവി പറത്തിറക്കട്ട് ചെയ്യുന്നത്. കുരുവി കൂട്ടിപ്പോലെ കാക്ക കയറും. ഒരെണ്ണത്തിന് 1 കോടി 1 കോടി കണ്ണെന്ന് തോന്നുന്നു. ആര് കൊന്ന്? അയ്യോ സോറിടാ സോറി. ഞാൻ പറഞ്ഞാണ്ടല്ല ഞാൻ എടി തീർന്നത് അല്ല ഇവിടിപ്പൊ ചോദിച്ചുള്ളൂ. ഇപ്പൊ വെള്ളം ചോദിച്ചുള്ളൂ. വെള്ളം കഴിക്കാൻ ചത്ത അവന്റെ വേദന ഉണ്ടോ അവന്റെ പാവം. ഓ മുച്ചിരി പറയുന്നത് ചന്ദ്രബോസൊക്കെ ഇപ്പൊ ഇല്ല, ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. മുച്ചിരിയുടെ ബോസ് ഒന്നും അവൻ ബോസ് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ അതായത് സ്വയം പ്രഖ്യാപിത ബോസ് ആയിക്കോട്ടെ സാറേ. അങ്ങനെ അതിന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ എല്ലാരും ബോസ് വിളിക്കുന്നത്. കൊച്ചു പിള്ളേരുടെ ആഗ്രഹങ്ങൾ നമ്മള് സബലീകരിച്ചു കൊടുക്കണം. എടാ അതപ്പോ നിങ്ങൾ തമ്മിലാണ് കോമ്പറ്റീഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലടാ നിങ്ങളായിക്കോ നീയും കോമ്പറ്റീഷൻ വെച്ചിട്ട് ആരാണ് ബോസ്. അല്ലെങ്കിൽ സൂര്യ എന്ന് മാത്രം അറിയപ്പെടുക. അല്ലെങ്കിൽ ആണോ? ഓക്കെ മുച്ചിരി ഓക്കെയാണോ? എടാ കൊച്ചു പിള്ളേർക്ക് ഇടിക്കാനൊക്കെ പറ്റും. നിനക്ക് അയ്യേ പേടിയോ? എടാ നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അടിയടാ മുച്ചിരി. ആ ബാറ്റ് എടാ സൂര്യ ബാറ്റ് പറ്റുമോ? എടാ അവന് ബാറ്റ് എടുക്കാൻ അവൻ നീ ഇരുന്നിടിക്കണം അവനെ ഇരുന്നിടിക്കണം ഇങ്ങനെ. ചന്ദ്രനാനും കളിക്കാം അങ്ങനെ. അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലല്ലോ മോനെ. നീയും അവനായിട്ടുള്ള കോമ്പറ്റീഷൻ നിങ്ങൾ കളിച്ചൂടെ? ഇല്ല ഇടിക്കാൻ പറ്റൂല നിന്നെ ഇടിക്കാൻ പറ്റൂല. നമുക്ക് നീ 3 ഇടിച്ച അവനെ. നീ 3 ഇടിച്ചേ. ഇപ്പൊ തന്നെ നീ 3 ഇടിച്ച്. ഇപ്പൊ വരും. നിങ്ങളെ ടെൻഷൻ ആവല്ലേ? നിങ്ങളിങ്ങനെ നീ കോ-ലീഡർ അല്ലേ? അതെ. അല്ലെ വേണ്ട ഈ എപ്പോഴും ഇല്ലാത്തവരൊക്കെ എടുത്ത് കളയലിയ. അതെ എപ്പോഴില്ലാത്ത കുറെ ഉണ്ടല്ലോ എല്ലാ ഗ്യാങ്ങിലും. നീ സ്ലോട്ട് കയറണം അല്ലേ? അതാണ് മനസ്സിലായില്ലേ? അല്ലെ ഞാൻ നീ ഒരു ഒണ്ണിയുണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ സ്ലോട്ട് ഞാൻ മാറിത്തരാം. അല്ലെ നിന്റെ സ്ലോട്ട് ഉണ്ട്, നീ ഉള്ളപ്പോഴേ എനിക്ക് പറ്റുള്ളൂ. മനസ്സിലായോ? അല്ലല്ലെങ്കിൽ നിന്നെ തോപ്പിക്കാം, അത് വലിയ പാടൊന്നുമില്ല. പറഞ്ഞത് വേണമെങ്കിൽ അത് അങ്ങനെ ഒരു വെക്കാമെങ്കിൽ. അല്ലെങ്കിൽ മുച്ചിരിയായിട്ട് വെക്കണോ? മുച്ചിരി വേണ്ട, അവൻ പെറ്റെടുക്കും അതിൻ്റെ അത് വേണ്ട.
വേണ്ട. അങ്ങനെയൊക്കെ നിനക്ക് അങ്ങനെയൊക്കെ നോക്കിയാലോ എന്നെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്തിപ്പം ഞാൻ കേറിയിട്ട് അളിയാ എനിക്ക് റേഡിയോ എന്റെ ഫാമിലിയുടെ റേഡിയോ പോലും കയറാൻ പറ്റത്തില്ല അളിയാ. വിഷമമാണ് വിഷമം. അതിന് ഒരേ ഒരു ഐഡിയ ഉള്ളു, ഞാൻ നോക്കട്ടെ. ഒരുത്തരാണെങ്കിൽ എന്റെ ടിവിയിലൊക്കെ മുച്ചിരി ഇങ്ങോട്ടാ. വഴി പോയ അളിയാ. മുച്ചിരി ഇങ്ങോട്ടാടാ. മുച്ചിരി ഇങ്ങോട്ടാ. എടാ നിനക്ക് ഇപ്പൊ എത്ര പ്രായമുണ്ട്? മുച്ചിരി എനിക്ക് 18. പഠിക്കാനൊക്കെ പോണ്ടേടാ. പഠിക്കാൻ പോവില്ലേ നീ? ഇപ്പം ഗോകുവിനിപ്പം അത്യാവശ്യം ഒരു ഏജ് ആയി. അപ്പൊ അവന് നമ്മളെ ഗ്യാങ്ങില് കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പൊ സ്ലോട്ടില്ലേ. നിന്റെ ഒരു പ്രായം വെച്ച് നിനക്ക് ഓപ്ഷൻസ് ഇനി ഉണ്ടല്ലോ. ജോലിക്ക് പോവാ. ജോലിക്ക് പോവാൻ തന്നെ അണ്ണനെ ജോലിക്ക് പോവാം, പഠിച്ച് വലിയവനാവാം, പൈസ എന്തൊക്കെ നിനക്ക് മാർക്ക് കൊടുക്കാൻ അല്ല മുച്ചിരി അവൻ ചോദിക്കുന്ന ഞാൻ ഇപ്പം നിനക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. അല്ല ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ കുറച്ച് ദിവസം നിനക്ക് നല്ല രീതിയില് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഭാവിയിൽ വലിയ നമ്മളുടെ നാട്ടിൽ വലിയ വലിയ പാലങ്ങൾ വരണം. അപ്പൊ നല്ല നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടായാലേ വലിയ വലിയ പാലങ്ങളും അതിനനുസരിച്ചുള്ള അത് കുഴപ്പമില്ല. അത് ഞാൻ ബാറ്റിന് വേണ്ടിട്ട് മാറി ഞാനൊരു പാലം പണിതു, ഞാൻ ഒരു എഞ്ചിനീയറായി. ഇതുപോലത്തെ ഒരു സിറ്റി ഉണ്ടാക്കിട്ടെ നാളെ നീ അവിടെ ദൈവമാണായിരുന്നു ആലോചിച്ച് അങ്ങനത്തെ വാറിനിറങ്ങാൻ പറ്റൂല. മറ്റേ ഇതൊക്കെ ഇട്ടിറങ്ങാം. പഠിക്കേണ്ട കാലമുള്ളതാ. നമുക്ക് ഗെയിമും കളിക്കാൻ പഠിക്കുകയും ചെയ്യും. പക്ഷെ വാട്ടണ കുടുംബം അതാണ്. അടാ എന്റെ കുടുംബം ഇതല്ലടാ, ടി വി അല്ലടാ. അതന്നെ ഞങ്ങൾക്കും കുടുംബം ഇതാണ്. കൊച്ചു പിള്ളേരല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാനും പറ്റേ. ഞാനും ഇപ്പൊ നമ്മൾ നിന്റെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യണം. ഞാൻ ബാറ്റ് നിന്നെ അടിക്കും 2v1. നീ ഒറ്റയ്ക്ക് നമ്മൾ രണ്ടുപേരും അടിച്ചു കഴിഞ്ഞാ നീ മാറണ്ട, അത് ഡീല്. പക്ഷെ നീ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാ നിന്നെ മാറ്റിയിട്ട് അവനെ സൊട്ടിക്ക് ഒരാഴ്ച. അന്നങ്ങനല്ല 2v1. അല്ല നമ്മള് അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ പറയണ്ടായിരുന്നു. പെട്ടെന്ന് നീ എന്നെ അവിടെ കുറെ നേരം ഓപിച്ചിരുന്നു. അളയാ ഇപ്പം ഗോകുനെ സിറ്റിയിൽ ഒന്നതിന് ശേഷം നമ്മുടെ സ്ലോട്ടിൽ കയറണം, 2 വാറ കളിക്കണം വലിയ ആഗ്രഹം. അവനാണെങ്കിൽ വലിയ കാര്യത്തില് കൊൽക്കത്ത ടി വി ഇതൊക്കെ അടിച്ചിട്ട് ആ വാക്കിനെ പോയി. എനിക്ക് റേഡിയോ പോലും കയറാൻ പറ്റുന്നില്ല ഇപ്പൊ. അളിയാ അപ്പൊ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുച്ചിരിയാണ് ഇപ്പൊ ഏറ്റവും ഇളയത് നമ്മുടെ ഗ്യാങ്ങില്. അപ്പൊ യവനെ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഗോകുല്. ഒന്നുമില്ല, ഞാൻ ഡി സി പോളിയാ. അപ്പൊ ഇല്ല അത് പണ്ടേക്ക് കൊണ്ട് അത് തീർന്നു. അത് ഇപ്പൊ അതിന്റെ 2 വർഷം പിറകിലോട്ട് ട്രാവൽ ഇതാണോ ടൈം ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും. നീ അട്ടപ്പാടി തിരിച്ചു എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അളിയാ. അടിച്ചാലേ അല്ലല്ലേ ഇവരെ നടുക്കിക്കുന്നത്. അപ്പൊ ഗോകു ഇപ്പൊ ഗോകു ഇപ്പൊ നമ്മളിപ്പോ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഗോകുവും ഇവനെ അടിക്കും ഒറ്റയ്ക്ക്, മുച്ചിരി ഒറ്റയ്ക്ക് നമ്മൾ 2 പേരും. അല്ല അവൻ അത്രയും അവന്റെ കേപ്പബിലിറ്റി അവൻ തെളിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും അടിപൊളിയാ നമ്മൾ 2 പേരും അടിച്ചിട്ട് കഴിഞ്ഞോണ്ടല്ല 1v2 അടിക്കണം നിങ്ങൾ. അവൻ 1v2 അടിക്കണം. അപ്പൊ 1v2 ഇപ്പൊ എടാ ഞാനൊരു കാര്യം പറഞ്ഞാ മുച്ചിരി, ഇതിപ്പോ കറക്റ്റ് പറഞ്ഞാൽ 1v1 ആണ്. ചന്ദ്രനെ അടിച്ചിട്ടാ മതി തമ്പിയാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പറഞ്ഞില്ല. ഇതിന് ഞാൻ പിന്നെ എന്തിനു പറഞ്ഞു ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ചന്ദ്ര ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ചന്ദ്രബോസ് സാറല്ലേ ഇത് വീഡിയോയില്? അതെ എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് സാറേ. സാറ് എന്താ പറഞ്ഞു. അല്ല ഞാൻ മെനങ്ങാന്ന് വന്നപ്പം സാറ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അത് അവിടെ കുറച്ച് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇത് പാറശാലയിലെ എവിടെ പയ്യൻ വന്നാ നമ്മുടെ
അടുത്ത പേനാണ്. ആ മോനെ ഇപ്പൊ എന്താ പ്രശ്നം എന്താ പറഞ്ഞോളൂ. ഈ പ്രശ്നമൊന്നുമില്ല അണ്ണാ, ഞാൻ പരിചയപ്പെടാൻ വന്നു. പരിചയപ്പെടാ. നൈസ് ടു മീറ്റ് യു. എന്റെ പേര് മണിയാശ്ശേരി. മണിയാശ്ശേരി. എവിടെയാണ് സൈറ്റ്? എവിടെയാണ് സൈറ്റ്? ഈ സൈറ്റ് ഒന്നും ആയില്ല, ഞാൻ വന്നിട്ട് ഒരു 2 ആഴ്ച ആയില്ല. ആ ഓക്കെ ഓക്കെ. എന്താ ചന്ദ്ര മറ്റേ പയ്യനെ പോലെ സാമ്യം തോന്നുന്നുണ്ടാ? ഞാൻ പാറശാല ഉള്ളവനാണ്, ലോക്കൽ മറ്റേ മസിലൊക്കെ കാണിച്ച് റീലൊക്കെ കാണിക്കുന്ന ഒരു പയ്യൻ. കണ്ടില്ല ഏട്ടാ, കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഞാൻ ആ യൂണിവേഴ്സിറ്റി എത്തിയില്ല, വരുന്നതേ ഉള്ളൂ. എന്നെ കൊണ്ടെത്തിക്കുന്നേ ഉള്ളൂ. എടാ ഇവരുണ്ട് ചത്തിട്ട് കയറി പൊക്ക വന്നില്ല EMS. ഇല്ല ഇല്ല, ഒരു സെക്കൻഡ്. എടി ഹെൽപ്പ് ഇടറാ, ഹെൽപ്പ് ഇടറാ. ഇത് വന്ന് EMS ഒന്ന്. സാറേ എത്ര നേരം സാറേ? ഇവിടെ ഇവിടെ അല്ല മെയിൻ സിറ്റിയിലൊന്നും ആയില്ല സാറേ. ഇല്ലല്ല, സാനിയില് കേസ് കൂടിക്കൊണ്ടിരിക്കും. മറ്റേ തേൻ കച്ചവടം അവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും അവിടെ മരിച്ചു വീഴും. രണ്ടുപേരും ചത്തിറക്കുന്ന സാറേ പോകോ. പോകൂ. എടാ പപ്പു പോയിട്ടോ ഞാൻ ചതിക്ക് അത്ര തൂക്കം ഉണ്ടോ ജെട്ടി വെളിയെ പോയി? പോകൂ. നിനക്കൊരു സുവർണ അവസരമാണിത്. അവൻ എടുത്തിട്ട് നൈസായിട്ട് അറിഞ്ഞു. മുച്ചിരി ഒരു സെക്കൻഡ്. എടാ മുച്ചിരി ഒരു സെക്കൻഡ്. അളിയാ ഞാൻ ഒരു കാര്യം പെട്ട, നമ്മളെ ഗ്യാങ്ങില് 2KD ഉള്ളത് അവൻ മാത്രം. അതോ 2K 10,000 കിൽസ് ആർക്ക്? TDയത്തിൽ അവന് മാത്രമേ ഉള്ളു. എനിക്ക് എല്ലാം തപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റി എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 500 കിലോ 400-എത്തും. എനിക്ക് 500 കിലോ 600-എത്തും. അപ്പൊ നീ ഇതിൽ കളിക്കുന്നത് ഇത് ഷോട്ടില്ല രണ്ടുപേർക്ക് പറ്റുമൊരു കളിയാ. സുഖമാണ് അടിക്കാൻ. എനിക്ക് ടർപ്പിലൊന്നും അല്ല അളിയാ, 25 പേര് തല്ലാൻ പോകുമ്പോ മനസ്സിലല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് ആലോചിച്ചോ, ഇന്ത്യ ചന്ദ്ര വീണ് കഴിഞ്ഞാൽ നീ അവന് 1v1. ഞാൻ അടിക്കും. അത്രേ ഉള്ളു. തോക്കുവാണെങ്കിൽ നിനക്ക് പമ്പിൽ സ്ഥിര ജോലിയേ മുച്ചിരി. അതായത് നീ ജയിക്കുവാണെങ്കിലേ പപ്പട വണ്ടിയെ കത്തിക്കല്ലേ. എനിക്ക് 1.5 KD ഉണ്ടല്ലോ. എനിക്ക് 1.5 KD അറിയോ? ഈ 2 KD ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ആടാ അപ്പൊ റെഡിയല്ലേ മുച്ചി? റെഡിയല്ലേ? ഫ്രീ ഏരിയ അല്ല. അതായത് നിക്ക് ഇവിടെ പറയട്ടെ. അതായത് ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പം ഈ പമ്പിന്റെ നിന്നെ ഇവിടെ നിർത്തും. നമ്മള് നേരെ ഓപ്പോസിറ്റ് അപ്പർ സൈഡ്. എടാ പമ്പല്ല ഈ ഫ്രണ്ടിലെ ബിൽഡിംഗ് കണ്ടാ? പിന്നെ വണ്ടി വെച്ചിട്ട് വിചാരിച്ച നീ മൈരേ? പിന്നെ എങ്ങനെ കളിക്കണേ? സോറി എടാ തണുപ്പായോണ്ട് ചുരുങ്ങിയതാ. മുച്ചിരി ബോസിന് 6000. അതായത് ഗണ്ണ് ചടിക്കാൻ പറ്റൂല എനക്ക്. അതായത് നീ ആ ബിൽഡിങ്ങിന്റെ ഒരു സൈഡ്, നമ്മളിപ്പുറ സൈഡ്. ഓക്കെ ആണോ? റെഡി അല്ലേ? അപ്പൊ ഒരു ആർമർ പെട്ടെന്ന് ആർമർ ഹെൽത്ത് പോഷന് ഈ സിറ്റി എന്തിനാണ് ഈ സമയത്ത്? ഇതെന്താ 10 മിനിറ്റ് കാര്യം തീർക്കാം. കവർ ഞാൻ പറഞ്ഞാ വെയിറ്റ്. എന്റെ മറ്റു സാധനം ക്രോസ് മുച്ചിരി ശരിക്കും സ്ലോട്ട് ചെയ്ത് മാറ്റേ തോറ്റേ. അപ്പൊ നിങ്ങളിവിടെ കണ്ടോണ്ടിരുന്നോ? നീ ഇവിടെ നീ ഇവിടെ എന്ത് നമ്മളപ്പുറത്ത് കേട്ടാ? ഓക്കെ
മുച്ചിരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആവണേ കേട്ടാ. ഞാൻ സ്റ്റാർട്ട് പറയും. ഒരു ഷോട്ടേ റേഡിയിൽ ഞാൻ പറഞ്ഞോളാം. നീ കട്ടക്ക് നിന്നോളാം, എന്റെ കൂടെ നിൽക്കണേ. നമുക്ക് ഈ റൈറ്റ് കയറിപ്പോ. ഓക്കെ റെഡി? 1 2 3 സ്റ്റാർട്ട്. ലെവനെ തൊലച്ചേ കളിയാ. ഇങ്ങോട്ട് കൊല്ലടാ അവനെ. ഞാൻ കറങ്ങാം, വെയിറ്റ്. ഒരു പ്രശ്നമല്ല. ഞാൻ ഓക്കെയാണ്. അമ്മ ഇത് സ്ലോട്ട് ഓക്കെ പന്നി. കൊന്ന് പോയിന്റ്സ് എല്ലാവർക്കും പോയിന്റ്സ് കൊടു. താങ്ക് യു എന്റെ ഹെൽത്ത് പോയി. ഇത്തിരി ഹെൽത്ത് വരെ ഉണ്ടാവല്ലോ ഫീലിങ്സ്. സൂപ്പർ തമാശ. ഇതിന് നല്ലത് എന്റെ പൂച്ചയായിരുന്നല്ലേ കേട്ടാ. മുച്ചിരി ഒരു ഹെൽത്ത് എന്നാ എന്റെ ഇങ്ങോട്ട് നോക്കെ. 2 സ്ലോട്ട് പോയെന്നാ. പിന്നെ റിഡംഷൻ ആർക്കുണ്ട് കേട്ടാ. തിരിച്ചു വരും പറ്റും. അന്ന് ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലേ, ഇനി കട്ട് ചെയ്തെടുക്കും കേട്ടാ. ഇനി പറഞ്ഞ ഈ സാധനം കട്ട് ചെയ്തെടുക്കും. ഓർത്തോ? എന്ത് പറ്റിയെന്ന് വെച്ചാ അളിയാ പറ്റുന്ന വഴിക്കേ പോവുള്ളൂ. അളിയാ ഉള്ള കാര്യം പറയല്ലേ. നീ ആ ടവല് പുതച്ച് വല്ല ഊട്ടിയിലും പോലെ കറങ്ങാൻ പോകും. അതേ പറ്റും എന്നെ കൊണ്ട്. എന്തിനാണ് കൂട്ടത്തിലുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട് ഓരോന്ന് വരും. സ്ലോട്ട് കിട്ടിയതാ. കിട്ടി അവര് കൊച്ചിരിക്കേണ്ടി. കൊച്ചിരിയുടെ സ്ലോട്ട് ഒന്നുകൂടി കൺഫേം വേണം. താഴെ വീട് കിടന്നിട്ട് ചോദിക്കാൻ ഗോകുലുണ്ട് എന്റെ സ്ലോട്ടെല്ലാം കൊടുക്കും. അലീനെ പറയുന്നുണ്ടെന്നല്ലേ അറാംകുട്ടി ചെറുക്കായി പറയാതിരിക്കാൻ വയ്യ. എന്തൊക്കെ കാണിക്കുന്ന നീ എന്തിനു കാണിക്കുന്നത്? എലി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം പാവമൊക്കെ തന്നെ. അപ്പം 1v2 മത്സരം വിളിച്ചത്. എല്ലാവർക്കും എന്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ടത്. നിന്റെ മോന് കൊടുക്കാതെ അളിയാ നീ വാതറന്നിരിക്കാളിയാ. വാടച്ചി അളിയാ എനിക്ക് നിന്റെ ആ മീശ കാണുമ്പോ അളിയാ ഞാൻ മറ്റേ വീഗാലാൻഡിൽ പോയിട്ട് മറ്റേ റൈഡിൽ കയറിയിട്ട് ഇങ്ങനെ താഴോട്ട് നിരങ്ങി ഇറങ്ങുന്ന സാധനം അതുപോലെ തോന്നുന്നു നിന്റെ മീശ കാണുമ്പോ. വരി തിരിച്ചില്ലാത്ത ഞാൻ ചമ്മിപ്പോയി കേട്ടോ. എന്തൊരു 5 നിമിഷം എന്താ ഇറക്കുന്നു. ജൂലി സിറ്റിയിൽ വന്നിട്ട് ആരെങ്കിലും സെറ്റ് ആയോ? ആളാരാ? ആ പേരാണ് ചോദിച്ചത്. പേര് ക്രിസ്. ഇവനോ ഇവിടെ ഇടിയോട്ടുണ്ട്. ഇവിടെ കറണ്ട് പോകും കേട്ടോ. പെണ്ണുങ്ങളൊക്കെ ആവുമ്പോ കണക്ഷൻ വരും. എലി എന്താ എലി ഇങ്ങനെ വേണ്ട ഞാൻ കമ്മ്യൂണിക്കേഷൻ ഷാർപ്പ് ചെയ്തോളാം. എലിയുടെ പേര്
എലിയുടെ പ്രണയം ദിവ്യ പ്രണയമാണ്, മനസ്സിലായോ? ഒരാള് പോകുമ്പോ ഉടനെ വേറെ ആളെ പ്രേമിക്കുന്നത് അതല്ലല്ലോ ശരി. അതെ 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 എന്നാ മുമ്പ് ചിരിച്ചതിന്റെതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല എനിക്ക് ട്രൂ ലവില് ഞാൻ എപ്പോഴും കൂടെ നിക്കത്തേ ഉള്ളൂ. എടാ വീണ് ഇഴഞ്ഞ് തൂർ കിടന്ന് 4 മിനിറ്റ് റീസ്റ്റാർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അവന്റെ ഒരു മാസടി ഉണ്ടാവും. പോയല്ലേ ഉള്ളൂ. അല്ല എന്നാലും ഏത് ക്രിസ്താണ് ജൂലി? എന്നാലും എന്റെ പൂണ്ടിരാജ ആ പാത്രത്തിൽ കിടക്കത്തെ കിടപ്പ് ഗേൾഫ്രണ്ട് ഇല്ലേ? രായന്റെ ഗേൾഫ്രണ്ട് അറിയാവോ? ബിൻസ്. രായന് ഗേൾഫ്രണ്ട് ഉണ്ടോ? അതൊന്നും അറിഞ്ഞില്ല. രായനോട് ഗേൾഫ്രണ്ട് ആയ? പിന്നെ പഴയ ഗേൾഫ്രണ്ട് തിരിച്ചു വന്നല്ലോ രായന്റെ പണ്ടത്തെ ബെല്ലാരിയിലെ. പേരെന്തോ? ബിൻസ്. ബിൻസ് ബിൻസ് ബിയെ. അത് തന്നെ. അയ്യോ എല്ലാരും കമ്മിറ്റഡ് ആണ്. നീ എടാ പെരിയമ്മക്ക് പെരിയമ്മ ഇപ്പഴും കമ്മിറ്റഡാ, പക്ഷെ പെരിയമ്മ മാത്രമേ അത് അറിയുന്നുള്ളൂ. എലി ഞാൻ പറഞ്ഞ കാഞ്ചനയിലെ മൊയ്തീന് അതുണ്ടല്ലേ ഇരവഴിപ്പുഴിഞ്ഞിപ്പുഴ കടലിലുള്ള ഇടയ്ക്ക് വാസു എനിക്കുള്ളതാണ്. വാസു രണ്ടെണ്ണത്തിനെ നോക്കി. കടലാകുമ്പോ വേറെ പുഴകളെ വിളിക്കാമല്ലോ. സൗണ്ട് ഇല്ലേ അതിടാൻ